നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. UAE-യിൽ സമൂഹ മാധ്യമത്തിലൂടെ മതനിന്ദ നടത്തിയ ഇന്ത്യൻ പൗരനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ദുബായിലെ എമിറേറ്റ് സർവീസസ് എന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന കർണാടക സ്വദേശി രാകേഷ് ബി കിട്ടുർമത്ത് എന്നയാളിനെയാണ് പിരിച്ചുവിട്ടത്. ഇയാൾക്കെതിരെ ദുബായ് പോലീസ് കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൊറോണ വൈറസ് വ്യാപനം സംബന്ധിച്ച് സമൂഹ മാധ്യമത്തിലിട്ട പോസ്റ്റാണ് രാകേഷ് മതത്തെ അവഹേളിക്കുന്ന തരത്തിൽ പ്രസ്താവന നടത്തിയത്. ഇതിന്റെ സ്ക്രീൻഷോട്ടുകൾ വ്യാപകമായി പ്രചരിക്കുകയും ഇയാൾക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യം ഉയരുകയും ചെയ്തിരുന്നു. ഇത്തരം വിദ്വേഷപരമായ കുറ്റകൃത്യങ്ങളോട് കമ്പനിക്ക് തീരെ സഹിഷ്ണുതയില്ല. രാകേഷിനെ അടിയന്തരമായി ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നു. ഇയാളെ ദുബായ് പോലീസിന് കൈമാറുമെന്നും എമിറേറ്റ് സർവീസസ് CEO സ്റ്റുവർട്ട് ഹാരിസൺ പറഞ്ഞു. ഒരു കമ്പനി എന്ന നിലയിൽ വൈവിധ്യത്തെ ഉൾക്കൊള്ളുകയും ഓരോ ദേശീയതയും മതവും പശ്ചാത്തലവും സ്വാഗതം ചെയ്യുകയും ആഘോഷിക്കുകയും ചെയ്യുന്നു. ഓഫീസിലും പുറത്തും ജീവനക്കാർ പാലിക്കേണ്ട ചട്ടങ്ങൾ കൃത്യമായി നിഷ്കർഷിച്ചിട്ടുള്ളതാണെന്നും ഹാരിസൺ വ്യക്തമാക്കി. ഫേസ്ബുക്ക് പേജിൽ മതത്തെ പരിഹസിക്കുന്ന രീതിയിലുള്ള കാർട്ടൂൺ പോസ്റ്റ് ചെയ്തതിന് ഈ ആഴ്ചയാദ്യം അബുദാബിയിൽ താമസിക്കുന്ന മിതേഷ് ഉദേശി എന്നയാളെ ജോലിയിൽ നിന്നും പുറത്താക്കിയിരുന്നു. ദുബായിൽ ഫ്യൂച്ചർ വിഷൻ ഇവന്റ്സ് ആൻഡ് വെഡ്ഡിങ്സ് എന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന സമീർ ഭണ്ഡാരി സഹപ്രവർത്തകനോട് പാകിസ്ഥാനിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടതിന് പോലീസ് കേസെടുക്കുകയും ചെയ്തു. UAE-യിൽ മതനിന്ദ നടത്തുന്നവർക്കെതിരെ കർശന നിയമമാണ് നിലവിലുള്ളത്. അതേസമയം ഗൾഫ് മേഖലയിലാകെ കോവിഡ് രോഗബാധിതരുടെ എണ്ണം 11,000 കടന്നു. രോഗബാധിതരിൽ വലിയൊരു വിഭാഗം ഇന്ത്യക്കാരാണ്. വിവിധ രാജ്യങ്ങളിലായി മരിച്ചത് 71 പേരാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി രോഗബാധിതരുടെ എണ്ണത്തിൽ വൻ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. സൗദി അറേബ്യയിലാണ് രോഗവ്യാപനം ഏറ്റവും രൂക്ഷം. 44 പേരാണ് സൗദിയിൽ മരിച്ചത്. UAE-യിൽ 2 മലയാളികളടക്കം 12 പേർ മരിച്ചു. അതിനിടെ വൈറസ് പ്രതിരോധത്തിന്റെ ഭാഗമായി പുറത്തിറങ്ങാനാകാതെ കഴിയുന്ന തൊഴിലാളികൾ കടുത്ത പ്രതിസന്ധിയിലാണ്. ലേബർ ക്യാമ്പുകളിൽ കഴിയുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്കാണ് ഏറെ പ്രയാസം. ഏറ്റവും പ്രധാനമായി നിർദ്ദേശിക്കുന്ന സാമൂഹ്യ അകലം പാലിക്കുക എന്നത് തന്നെ ഇവർക്ക് സാധിക്കാത്ത സ്ഥിതിയാണ്. ലേബർ ക്യാമ്പുകളിൽ ഞെങ്ങിഞ്ഞിരിങ്ങിയാണ് പലരും കഴിയുന്നത്. പലർക്കും നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിലും അതും നടക്കാത്ത സ്ഥിതിയാണ്. പ്രത്യേക വിമാനങ്ങളയച്ച് നാട്ടിലേക്ക് എത്തിക്കണമെന്നാണ് പ്രവാസികൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.